വർഷമായി കാട്ടാനപ്പേടിയിൽ കഴിയുകയാണ് ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളിലുള്ളവർ. അരിക്കൊമ്പനെ നാടുകടത്തി 9 മാസം കഴിഞ്ഞിട്ടും ചിന്നക്കനാലുകാരുടെ ഭീതി ഒഴിയുന്നില്ല. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ഒരു മാസത്തിനിടെ 2 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. என் பிள்ளைகளை இப்போ 17 வருஷமாக எங்கள் அப்பா தான் வேலை செஞ்சு அன்னாடு கூலி வேலை செஞ்சு தான் காப்பாற்றினார். சொந்த காட்டில் வேலை இருக்குன்னு செய்ய போயில ஆனை மிதிச்சிருச்சு எங்கள் அப்பாவை. எனக்கும் என் பிள்ளைகளுக்கு யாரும் எந்த உதவியும் இல்லாமல் இருக்கும். ആഴ്ചകൾക്ക് മുമ്പ് ചിന്നക്കനാൽ BL റാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗന്ദരരാജിന്റെ മകളാണ് ലൂർദ് മേരി. ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് അത്താണിയായ അച്ഛന്റെ വിയോഗം ഇവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൃഷിയിടത്തിൽ വെച്ചായിരുന്നു ചക്കക്കൊമ്പന്റെ ആക്രമണം. ജീവന് വേണ്ടി പിടയുന്ന മുത്തച്ഛനെ കൺമുന്നിൽ കാണേണ്ടി വന്നു കൊച്ചുമകൻ സത്യപ്രകാശിന്. யானை என்ன துரத்திச்சு நான் கீழே ஓடிட்டேன். திருப்பி அவரை முட்டி தள்ளி கீழே 2 கையை இப்படி பிடிச்சி தூக்கி வீசிட்டு திருப்பி யானை போன பிறகு நான் திருப்பி அவரை தூக்க போனேன். என்ன திருப்பி துரத்தின பிறகு தான் அவர் மேலே மரத்தை சாய்ச்சி போட்டது. ആക്രമണത്തിന് ഇരയാവുന്നവർക്കുള്ള നഷ്ടപരിഹാരം സമയബന്ധിതമായി ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. 10-15-20 ദിവസത്തോളമായി 50,000 രൂപ അടിയന്തരാവസ്ഥയിൽ തന്നു. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും മറ്റു ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടും തന്നു. ബാക്കി തുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ തുകയോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പേപ്പർ ഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും താമസമുണ്ട്. പന്നിയാർ എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് തോട്ടം തൊഴിലാളിയായ പരിമളത്തിന് ജീവൻ നഷ്ടമായത്. ഒറ്റയന്മാരായ ചക്കക്കൊമ്പനും മൊട്ടവാലിനും ചുറ്റിത്തിരിയുന്ന പ്രദേശത്ത് മറ്റ് കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിട്ടുണ്ട്. നിരീക്ഷണം ശക്തമാണെന്ന് വനംവകുപ്പ് പറയുമ്പോഴും കാട്ടാന ആക്രമണത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. പുറത്ത് ഇറങ്ങാൻ പോലും പേടിയാ. സത്യത്തിൽ പറഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ പേടിയാ. നേടുക എന്ന് പറഞ്ഞാൽ ജീവനെ പേടിയാ. നേടുക എന്ന് പറഞ്ഞാൽ മുള്ളാൻ പോലും രാത്രിയിൽ ഇറങ്ങാൻ പേടിയാ. ഉള്ള സത്യം പറഞ്ഞാൽ എപ്പോൾ ആന വീട് കയറി ആക്രമിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുക. 2 പതിറ്റാണ്ടിനിടെ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ മാത്രം 47 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാരണങ്ങൾ പലതുണ്ടെങ്കിലും ഈ കണക്ക് ഇനിയും ഉയരാതെ നോക്കണം. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടണം. ഒപ്പം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരവും കണ്ടെത്തണം. മീഡിയ 1 ഇടുക്കി.